ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കപ്പ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് കപ്പ തോലൊക്കെ പൊളിച്ച് നല്ല രീതിക്ക് റെഡിയാക്കി വെക്കാം കേട്ടോ. അത് കൊത്തി അരിയുക, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് അരിയാം. ഒരു മീഡിയം സൈസായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നല്ല രീതിക്ക് കഴുകി വാരി നമുക്ക് വേവിക്കാനുള്ള കലത്തിലോട്ടേക്ക് മാറ്റാം. നമുക്കൊരു കലത്തിൻ്റെ പകുതിയോളം കപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർക്കുക. വെള്ളം എപ്പോഴും കപ്പയുടെ മുകളിലായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് ഇളക്കുക കേട്ടോ. ഇത്രയും വെള്ളം വേണം കേട്ടോ. അതിനുശേഷം അടുപ്പ് കത്തിച്ച് നമ്മുടെ കപ്പ അടുപ്പത്ത് വെച്ച് വേവിക്കുക. നല്ല രീതിക്ക് വേവണം കേട്ടോ. വെന്ത ശേഷം വെള്ളം അധികമാണെങ്കിൽ ഊറ്റിക്കഴിഞ്ഞ് എടുക്കുക. കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കനാണ് വേണ്ടത്. ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ടേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കുക. അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ. അതിനുശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഞാനൊരു 3 എണ്ണം 1.5 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ്, 1 തക്കാളി, 3 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, 1 പിടി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് കറിക്ക് വേണ്ടത്. അതിനുശേഷം ഒരു അടുപ്പത്തിച്ച് ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് 3 എണ്ണം എടുത്തേക്കുന്നത്, അതും ആഡ് ചെയ്യുക. അതിനുശേഷം കറിവേപ്പില ആഡ് ചെയ്യുക. ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കണേ. അതിനുശേഷം നല്ല രീതിയിൽ മൊരിച്ചെടുക്കുക. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ സവാള അരിഞ്ഞത് ആഡ് ചെയ്യുക. ഫുൾ ആഡ് ചെയ്യുക കേട്ടോ. ഒരു 3 സവാള ഫുള്ള് നീളത്തിൽ അരിഞ്ഞതാണ്. നല്ല രീതിക്ക് കനം കുറച്ച് അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവണം. അതിന് ശേഷം വഴന്ന് വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ച ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നമ്മുടെ വഴറ്റി വെച്ച സവാള തക്കാളി മിക്സിലോട്ടേക്ക് ചേർത്ത് നല്ല രീതിയിൽ പൊടിമണം എല്ലാം മാറുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വഴറ്റണം, എണ്ണ തെളിയുന്ന രീതിയിൽ വഴറ്റണം. അതിനകത്തോട്ടേക്ക് കഴുകി വാരിയ ചിക്കൻ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച ചിക്കൻ കേട്ടോ. അതാണ് ഉപ്പ് ഞാൻ രണ്ടാമത് ആഡ് ചെയ്യാത്തത്. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉരുളിയിലാണ് വെക്കണമെങ്കിൽ അത് ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും ചിക്കനിൽ. അതിനുശേഷം ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. ഞാൻ ഇതിനകത്തോട്ടേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിനുശേഷം പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ടതിന് ശേഷം വേവിച്ച കപ്പ അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യുക. കപ്പ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ആക്കാൻ ശ്രദ്ധിക്കുക. എനിക്ക് കിട്ടിയ നല്ല കപ്പയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെന്ത് കിട്ടിയിട്ടോ. അത് നല്ല രീതിയിൽ മിക്സ് ആക്കാനപ്പോൾ എളുപ്പമായിരിക്കും. നല്ല കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നമ്മുടെ ചിക്കൻ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് സവാളയൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.